കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി ജോസഫ് എന്ന മനുഷ്യന് ഈ മേഖലയെ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ കഴിഞ്ഞതിന് കാരണം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറായ കാരണമുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറായ കാരണം കൊണ്ടാണ്. എൻ്റെ ഒപ്പമുള്ള പല ആളുകളും ഇലക്ട്രിസിറ്റി ബോർഡിലും അധ്യാപക രംഗത്തും എല്ലാം ജോലി ചെയ്യുമ്പോൾ ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ കാരണം നമ്മുടെ ഇന്നത്തെ ഗ്രേറ്റ് ലീഡറായ MP രാമചന്ദ്രൻ സാറ്, MP സുരേന്ദ്രൻ സാറ്, ഇവരുടെ കൂടെയൊക്കെ ഒരു 8-9 വർഷം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതൊരു പ്രൊഫഷണൽ മേഖലയായിട്ട് എടുക്കാൻ തന്നെ കാരണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു മേഖല ലോകത്തില്ല എന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തില്ല എന്നുള്ള അറിവിൽ ഉപരിയുള്ള ഒരു തിരിച്ചറിവാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഇതൊരു പ്രൊഫഷണൽ മേഖലയായിട്ട് എടുക്കാൻ കാരണം. ആ ഒരു തീരുമാനം ഏറെക്കുറെ ശരി തന്നെയായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ മാറ്റങ്ങൾ വന്നു. ജനങ്ങൾ ഇതിനെപ്പറ്റി അറിയാനും തുടങ്ങി. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ജനം എത്തിക്കഴിഞ്ഞു. ഇനി എന്താണ് ഞാനിതൊരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ കാരണം? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയണം. നമ്മുടെ പഠനങ്ങളിൽ നിന്നെല്ലാം മറ്റുള്ള അറിവുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു ജോലി എന്ന് പറയാൻ പറ്റില്ല അവരുടെ നിർവചനങ്ങളിലൊന്നും, ഒരു ബിസിനസ്സാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത്രയും ലോകത്ത് വളരാൻ പോകുന്നൊരു മേഖലയാണെന്ന് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറായി. ആ പഠനത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കഴിഞ്ഞ ഈ കോവിഡിന് ശേഷമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി വന്നതിന് ശേഷം ലോകത്ത് ഇത്രയും വളരാൻ സാധ്യതയുള്ള ഒരു മേഖല, ഒരു വ്യവസായം ഇത് തന്നെയാണ് എന്നാണ് മനസ്സിലായത്. നമ്മുടെ രാജ്യത്ത് സ്ഥിരീകരിക്കാത്ത കണക്കാണെങ്കിലും 140 കോടിക്ക് മേലെ ജനമുണ്ട്. ഇതിൽ ഒരു 1% ജനം പോലും ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വന്നിട്ടില്ല. എന്തിനു പറയുന്നു? ഇതിനൊരു പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്ന 50 ലക്ഷത്തിൽ താഴെ ആളുകളാണ് ഇന്ത്യയിലുള്ളൂ എന്നുള്ള കണക്കുകൾ വരുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് സന്തോഷിക്കാം, മറ്റൊരു തരത്തിൽ നമുക്ക് അത്ഭുതപ്പെടാം. കാരണം അത്രയും വളർച്ചയാണ് ഇവിടെ ആയിട്ടുള്ളത്. എന്നാൽ ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഇത്രയും വലിയൊരു വ്യവസായം ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യം. കാരണം അവിടുത്തെ പോപ്പുലേഷനും ആളുകളുടെ ജീവിത രീതിയും ഇതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒന്നാണ്. ഫിക്കി എന്നൊരു ഓർഗനൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ ഒരു വ്യവസായികളുടെയൊക്കെ ഒരു ഓർഗനൈസേഷൻ, നമ്മളിവിടുത്തെ വ്യാപാര വ്യവസായി ഓർഗനൈസേഷനൊക്കെ പോലെ. അതേപോലെ KPMG എന്ന് പറയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ്. ലോകത്ത് സാമ്പത്തിക നിലവാരത്തെ പറ്റി, സ്ഥിതിവിവരങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന, അതിന്റെ വളർച്ചയും നിലവിലുള്ള സ്റ്റാറ്റസിനെ പറ്റി എല്ലാം അറിവുകൾ ലോകത്ത് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് KPMG. അവരുടെ ഒക്കെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരും, മാത്രമല്ല ഇതൊരു പ്രൊഫഷണൽ മേഖലയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജെന്യുവിനായ കമ്പനികൾക്ക് മാത്രമാണ് ഇവിടെ ഈ വളർച്ച കൈവരിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഏതെങ്കിലും ഒരു കമ്പനി ആരംഭിച്ച് ഏതെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ലെഫ്റ്റും റൈറ്റും വെച്ച് കഴിഞ്ഞാൽ പണം കിട്ടും. ഇതല്ല അവർ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കാണുന്ന ഒരു ഫ്രെയിം, ഒരു പിക്ചർ. അതല്ല അവർ കാണുന്നത്. ജെന്യുവനായ കമ്പനികൾ ജെന്യുവൻ പ്രോഡക്റ്റ് ഒരു ഉപഭോക്താവ് അത് എടുക്കുകയും അത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നടക്കുന്ന സെയിൽസിന്റെ
ശൃംഖലാ വിപണനം, മലയാളത്തിൽ അങ്ങനെയാണ് അവർ പറയുന്നത്. മലയാളം വേർഡ് അതാണ്. ആ ശൃംഖലാ വിപണനത്തിൽ കൂടെ വരുന്ന ടേൺ ഓവറാണ്, കച്ചവടത്തിന്റെ ടേൺ ഓവറിനെയാണ് അവര് കാണുന്ന യഥാർത്ഥ ജെന്യുവൻ ആയിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അങ്ങനെയുള്ള ശരിക്കും ഉപഭോക്താക്കൾ കൂടെ തന്നെ ഉപയോഗിച്ച് ഉപഭോക്താക്കളോട് തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ടേൺ ഓവർ ആയിരിക്കും. അതിനാൽ തന്നെ അവർ പറയുന്നത് അങ്ങനെയുള്ള കമ്പനികൾ ഒരിക്കലും ഒരു ഫേക്ക് അല്ല, അതൊരു ഫ്രോഡല്ല, അതിന്റെ സാധ്യതകളെല്ലാം വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. ഇനി ഞാൻ അടുത്തേക്ക് വരുന്നു. എന്നൊക്കെ ചിന്തിപ്പിക്കാൻ കാരണമാണ് നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഒരു ജോബ് മൈൻഡിലാണ്. നമ്മളൊക്കെ ഒരു ജോലിയിൽ വരുന്നു, ജീവിതകാലം മുഴുവനും ആ ജോലി ചെയ്യുന്നു. പക്ഷെ ഈ ഫിക്കി പോലുള്ള സംഘടനകൾ പറയുന്നത്, അല്ലെങ്കിൽ KPMG പോലുള്ള സംഘടനകൾ പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്തോ, അതിന്റെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ സ്വീകരിച്ചിട്ട് ഒരു 2-3 വർഷം ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരന്റെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരിയുടെ റോഡിലേക്ക് വരാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. അങ്ങനെ പറ്റുന്ന ലോകത്ത് ഏറ്റവും വലിയ, അതായത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, മറ്റു ഏത് മേഖലപ്പെട്ട ആളായിക്കോട്ടെ, അങ്ങനെ വരുന്ന ആളുകൾക്ക് 1-2-3 വർഷങ്ങൾ കൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് അവരെടുത്തു വരുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കസ്റ്റമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അവരെ ആളെ ചേർക്കുന്ന കാര്യം അവിടെ പറയുന്നില്ല, കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് ഡയറക്ട് സെല്ലിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ആ പോയിന്റ് നിർത്തിയിട്ട് പറയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അവർ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു, ആർക്കും ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ്. KPMG എന്നുള്ള ലോകോത്തര സംഘടനയാണ്, ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലെ ഫിക്കി വരെയും പറയുന്നത് ആർക്കും കടന്നു വരാൻ പറ്റുന്ന മേഖല, അങ്ങനെ ഒരു മേഖലയിലല്ലേ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ വന്നിരിക്കുന്ന നമ്മളൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ കമ്പനിയിൽ ബയോട്ടോറിയം കമ്പനിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ പ്രവർത്തന രീതി എന്താണ്? ഇതാണ് ഞാൻ ഇന്നത്തെ സൂമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കാരണം ഇതാണ്. ഇതിന്റെ പ്രത്യേകതകൾ ഇനി ഞാൻ പറയാൻ പോവുക. ഇവിടെ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? പരസ്പരം ടീം മെമ്പേഴ്സ് തമ്മിൽ നമ്മൾ തമ്മിൽ തല്ലിയാണ് തല്ലുകൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്? ഈ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ഒരു എന്റർപ്രണറായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇവര് പറയുന്നൊരു വേർഡ് ഉണ്ട്, ഞാൻ ആ വേർഡ് ഒന്നും കൂടി എടുത്ത് പറയാണ്. കസ്റ്റമേഴ്സിന്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റ സെല്ലിംഗ് എന്നാണ് അവർ പറയുന്നത്. കുറെ ആളെ ചേർത്ത് കുറെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അതിലല്ല കാര്യം. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും 1-2-3 വർഷം കൊണ്ട് ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നൊരു വലിയൊരു വ്യവസായത്തിന്റെ ഭാഗമായിട്ടാണ് ഏതൊരു സാധാരണക്കാരന് പോലും അവർ ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന മേഖലയാണെന്ന് പറയും. അപ്പൊ അവിടെ നഷ്ടങ്ങളുടെ കണക്ക് വരുന്നില്ല. നമ്മൾ പല ആളുകളും ഒരു നഷ്ടങ്ങളുടെ കണക്കാ പറയുന്നത്. 6 മാസം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ടാലി ചെയ്ത് നോക്കുകയാണ്, ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ഞാൻ 6 മാസം ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഇതല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേണം. നിങ്ങൾ എങ്ങനെ ഇതിനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ കാരണം മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇതൊക്കെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാ. പഠിക്കാൻ ശ്രമിച്ചു, പണം കൊടുത്തു പഠിച്ചു. 3000, അന്നൊക്കെ 3000 രൂപ, 5000 രൂപ 3 ദിവസത്തെ കോഴ്സിനൊക്കെ പോയി പഠിച്ചു. ഈ സാധ്യതകൾ മനസ്സിലാക്കി ഇത് വളരാൻ വേണ്ടിയിട്ട്.
ഇതിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനോഭാവം ഇപ്പൊ എങ്ങനെയായിരിക്കണം? 200 രൂപ, 300 രൂപ, 400 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ചുളിയുന്ന മനോഭാവം അല്ലായിരുന്നു എന്റെ. പഠിക്കാൻ വേണ്ടിയിട്ട് 400 അല്ല, 4000 അല്ല, 40,000 കൊടുക്കാൻ തയ്യാറ്. ഇപ്പോഴും 10 ദിവസത്തിൽ കോഴ്സ് വരട്ടെ, 50,000 വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് വലിയൊരു പ്രൊഫഷണൽ മേഖലയായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. സാധ്യത അറിയാം. ഈ കാഴ്ചപ്പാടുകൾ വേണം ഞാൻ ഇതിനെ കണ്ടത്. പിന്നെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജോലിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. വളരെ വളരെ പ്രത്യേകതയുണ്ട്. ടൈം ലിവറേജ് എന്ന് പറയും. എന്താണ് ഈ ടൈം ലിവറേജ്? ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയായിരുന്നു പറഞ്ഞാൽ, ഒരു ജോലി ചെയ്യുന്ന ഒരാള്, അത് സാധാ ജോലി ആയിക്കോട്ടെ, മറ്റു പ്രൈവറ്റ് മേഖലയിൽ ജോലി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാർ ജോലി ആയിക്കോട്ടെ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് ആകെ കിട്ടുന്നത് 8 മണിക്കൂറാണ് കിട്ടുന്നത്. ഈ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, ലാഭമല്ല കിട്ടുന്നത്. ഒരു ജോലിക്കാരന് ഒരിക്കലും ലാഭം കിട്ടില്ല. ജോലിക്കാരന് എപ്പോഴും കിട്ടുന്നത് കൂലിയാണ് കിട്ടും. ബിസിനസ്സുകാരനാണ് ലാഭം കിട്ടുക. ഒരു ബിസിനസ്സുകാരന് ലാഭം കിട്ടണമെങ്കിൽ അതിന്റെ പല ഘടകങ്ങളും ഉണ്ട്. അത് നമ്മളിപ്പോ പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം, റിസ്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. പക്ഷെ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. ചെയ്യുന്ന ആ മണിക്കൂറിന്റെ പണം കൂലിയായിട്ട് കിട്ടും. മലയാളത്തിൽ പറയുന്നത് കൂലി. ഇനി അധിക വരുമാനം വേണമെങ്കിൽ എക്സ്ട്രാ ടൈം ജോലി കിട്ടണം. അങ്ങനെ എക്സ്ട്രാ ടൈം ജോലി കിട്ടുന്ന സംവിധാനമൊക്കെ രാജ്യത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാകുമ്പോൾ ടൈം ലിവറേജ് ഉണ്ട്. ഒരു കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്കാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ടീമില് നെറ്റ്വർക്കില് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമുള്ള തുടക്കത്തിലുള്ള സ്ട്രഗിൾസിനൊക്കെ നമുക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 100 പേരടങ്ങുന്ന ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ 100 പേരുടെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ വിശദീകരിച്ച് പറയാണ്. ഒന്നും കൂടി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത്, നിങ്ങളെ പഠിപ്പിക്കാനല്ല. ആ വ്യക്തിയുടെ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 100 പേരെ 800 മണിക്കൂറല്ലേ നമുക്ക് കിട്ടുന്നത് നെറ്റ്വർക്കിൽ. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു അമ്മ ആ ജന്മസമയത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ആ കുഞ്ഞിനെ കാണുമ്പോഴാണ്. ഈ ബിസിനസ്സിലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ അതിജീവിക്കണമെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള ബോധ്യം നിങ്ങൾക്ക് വരുമ്പോഴാണ്. അവിടെ ലാഭങ്ങളുടെ നഷ്ടങ്ങളുടെ കണക്കുകൾ വരുന്നില്ല. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടുമെന്ന് കണ്ടാൽ ഈ വരുന്ന എല്ലാ സ്ട്രഗിൾസിനെ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട്, ചില മേഖലകളിൽ ചിരിക്കേണ്ടി വരും, ചില മേഖലകളിൽ പുഞ്ചിരിക്കേണ്ടി വരും, ഇതിനെല്ലാം അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഞാൻ അങ്ങനെയാണ് ഇതിനെ കണ്ടത്. ഞാൻ ജോലി ചെയ്ത് ഒരിക്കലും ഒരു ജോലിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. MP രാമചന്ദ്രൻ സാർ പോലുള്ള, MP സുരേന്ദ്രൻ സാർ പോലുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ജോബ് എന്നുള്ള മൈൻഡ് സെറ്റ് എന്റെ മനസ്സിൽ നിന്ന് പോയി. ഒരു ബിസിനസ് ചെയ്യണം, അതിൽ ഏറ്റവും 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 സൂട്ടബിൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അത് സെലക്ട് ചെയ്തു. ഇന്ന് 4.5 കോടി കഴിഞ്ഞിപ്പോ ഇനി 5 കോടിക്ക് അടുത്തുനിന്ന് കൂട്ടാം. ഒരു ജോലിക്കാരന് സ്വപ്നം കാണാൻ പറ്റും. സുഹൃത്തുക്കൾ, നിങ്ങൾ പരിഭവവും പരാതികളും പ്രശ്നങ്ങളൊക്കെ പറയുന്നില്ലേ? പരിഭവവും പരാതിയും പ്രശ്നങ്ങളും ഉള്ളിൽ സഹിക്കുകയാണ് ചെയ്തത്. അതാണ് 100% ഫലവത്തായ റിസൾട്ടുകളായിട്ട് തിരിച്ചു വരുന്നത്. ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഉള്ളിൽ സഹിക്കുക മാത്രമല്ല, ഇത് എന്റെ ഓൺ ബിസിനസ്, എന്റെ സ്വന്തം ബിസിനസ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടത്. അപ്പൊ എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഞാൻ ചെയ്താൽ എനിക്കുണ്ട്. എന്റെ അപ്ലൈയും ചെയ്യുന്നത് നോക്കിയിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റില്ല. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താണെന്ന് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. ഈ ആഴ്ചകൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ടീമിൽ നടക്കണമെന്ന് അറിയാം. റീപർച്ചേസിങ് നടത്തണം, പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, പല പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. ഇങ്ങനെയാണ്, ഈ ബോധ്യങ്ങളാണ് ഈ മേഖലയെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ കാരണം. മറ്റു പല ആളുകളും ജോലിക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം
ഈ ഒരു രണ്ടോ ഞാൻ കയ്പമംഗലത്തൊരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന ദിവസം ഒരു 3 ആഴ്ചയ്ക്ക് എന്റെ കൂടെ പഠിച്ച, എന്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ച വിജയകുമാർ എന്നൊരാള്, MB വിജയകുമാർ എന്നാണ് അതിന് ഇനിഷ്യല്. ഞാൻ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് വീടുണ്ട്. അദ്ദേഹം റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. അന്ന് ബൈക്ക് എന്തോ പ്രോബ്ലം. ഞാൻ കാറിന് വന്നപ്പോ ഞാൻ നിർത്തി വിജയനെ കയറ്റി ഫ്രണ്ടിൽ ഇരുത്തി. വിജയൻ എന്നൊരു ലീഡിങ് അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം പറയുന്നത് 1 ലക്ഷം പോയിട്ട് 1.5 ലക്ഷം പോലും മാസം ഒക്കുന്നില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞു. 3 സ്റ്റാഫ് ഉണ്ട്, ഓഫീസ് റെന്റ് കൊടുക്കണം. തുറന്ന് സംസാരിക്കുകയാണ് ഞങ്ങൾ. ഒരു 20, 25, 30 മിനിറ്റ് നേരം. എന്റെ ഒപ്പം മിടുക്കനായി പഠിച്ച ആളാണ്. ഞാനൊന്നും മിടുക്കനല്ല, ആവറേജ് വേണേ അത് താഴെ വേണ്ടി പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കുമ്പോൾ വരുന്ന ഡിഫറൻസ്. ഇനി ഞാൻ പറഞ്ഞൊന്ന് പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. ഞാനിത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ പറഞ്ഞു, ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂലിയാണ് നമുക്ക് കിട്ടുക, വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എക്സ്ട്രാ നമുക്ക് പണം കിട്ടണമെങ്കിൽ എക്സ്ട്രാ ടൈം നമ്മൾ ഉപയോഗിക്കാൻ വേണം, എങ്ങനെയാണ് പ്രതിഫലം കൂടുതൽ കിട്ടുള്ളൂ. ഇവിടെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ആ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. 100 പേരുടെ മിനിമം ഒരു കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ എല്ലാവരുടെയും മനസ്സിൽ വേണം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ഓണേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യവസായികൾ ചെയ്യുന്ന ഇതാണ്. ഇത് ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾക്ക് എങ്ങനെ വരുമാനം കിട്ടണമെങ്കിൽ അവിടെ ലക്ഷങ്ങളോ കോടികളോ നമ്മൾ മുടക്കേണ്ടി വരും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്ഥിരീകരിച്ച് പറയുകയാണ്, വിശദീകരിച്ച്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരു 100 പേരുടെ മിനിമം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ 2-3 വർഷം കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം 1 ലക്ഷം രൂപ, അത് 100 പേരെന്നുള്ള നെറ്റ്വർക്ക് കൂടി അത് 2 ലക്ഷം രൂപ, അത് 3 ലക്ഷം രൂപ, അത് 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, ഇങ്ങനെ കൂടി വരുന്ന ഒരു രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഒരു ജോലി. കാരണം ഞാനൊക്കെ ഈ ബിസിനസ് ഇതൊരു ബിസിനസ് ആയിട്ട് ഒരു പ്രൊഫഷണൽ മേഖലയായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം സ്ട്രഗിൾസ് എല്ലാം സഹിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നോ അതിൽ കൂടുതൽ 20 വർഷം മുമ്പായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും. ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു വേർഡാണ്. ഒരു ഉറക്കം കൊണ്ട് ആരും നേരം വിളിക്കുന്നില്ല. 20 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇന്നുള്ള ഈ സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റിയത്. ആ ഒരു സിറ്റുവേഷൻ അല്ല ഇന്നുള്ളത്. ഇത് കുറേയൊക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇന്നെടുക്കുന്ന സ്ട്രഗിൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് വരാൻ എനിക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ കിട്ടിയ ട്രെയിനിങ്ങുകളാണ്. ആ നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരാൻ മറ്റൊരു കാര്യം പറയാം, ഇവിടെ ഒരു വിൻ സ്ട്രാറ്റജി ഉണ്ട്. വിജയിക്കുക, ഒരുമിച്ച് വിജയിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുണ്ട്. നിങ്ങൾ ആ പോയിന്റ് ചിന്തിക്കണം, ആ വാക്ക് ചിന്തിക്കണം. അതായത് എല്ലാവരും ഒരുമിച്ച് വിജയിക്കണമെന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, എല്ലാവരും ഒരുമിച്ച് വിജയിക്കണം. ഒരു വ്യക്തി വിജയിച്ചുകൊണ്ട് കാര്യമായാലും എല്ലാവരും ഒരുമിച്ച് വിജയിക്കണം. ജോബല്ല ഞാൻ പറയുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിൽ പറയുന്നത്. ഒപ്പം ഞാൻ ട്രഡീഷണൽ മാർക്കറ്റും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പോകുന്നത്, ചെറിയ കമ്പാരിസൺ നടത്താൻ. ഇത്രയും സുന്ദരമായൊരു ബിസിനസ് ലോകത്ത് എവിടെയുള്ളത്? നിങ്ങൾ ചിന്തിച്ചേ. എല്ലാവരും വിജയിക്കണമെന്ന് ഒത്തൊരുമിച്ചുള്ള ഒരു മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയുള്ള കച്ചവട രീതി ലോകത്ത് വേറെ എവിടെയുള്ളത്? ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നടക്കുമോ? അങ്ങനെ
ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയെ പറ്റി, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മേഖലയെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണ്ടേ? ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വിൻ വിൻ എന്നുള്ള സ്ട്രാറ്റജി പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി, ഒരിക്കലും പറ്റില്ല. കാരണം ഒരു കച്ചവടക്കാരൻ, അവിടെ മറ്റു പല കച്ചവടക്കാരൻ ഉണ്ടെങ്കിൽ മറ്റൊരു കച്ചവടക്കാരൻ ചേഞ്ച് പോകുന്നത് ഇവര് വളമായിട്ടാണ് കാണുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കും, എന്തോരം സ്ട്രെയിനൊക്കെ എടുക്കേണ്ട ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച്. ഒരു ബിസിനസ്, ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന കച്ചവടത്തെ പറ്റിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ അവിടെ വിൻ ലോസ് ആണ്, ഒരുമിച്ചുള്ള കൂട്ടായ വിജയമില്ല. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് നടത്തുന്ന ഒരാള്, ഒരു കൺസ്യൂമർ ഒരിക്കലും ആ ബിസിനസ്സിന് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കൂല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിച്ചു നോക്ക്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് എങ്ങനെയാണുള്ള രീതി എന്നുള്ളത്. ഞാൻ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇവിടെ അടുത്തൊരു ഏരിയ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഒരു ബേക്കറി കടയാണ്. ചായ കിട്ടും, കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും വൈകുന്നേരം വന്ന് പിരിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടി. വളരെ വിശാലമായ ഒരു കട. ഞാൻ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോ അതേപോലത്തെ ഒരു കട അവിടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. അതേപോലത്തെ ഒരു കട തന്നെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ എന്താ നടക്കുക? നിലവിലുള്ള കച്ചവടക്കാരുടെ കച്ചവടം നാളുകൾ കഴിയും തോറും കുറച്ച് കുറവ് വരും. കാരണം കുറേയൊക്കെ ആളുകൾ പയ്യെ എങ്ങോട്ടും അടുക്കും. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. അത് തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന കടയിലേക്ക് അടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. തിരക്ക് കൂടി ഇപ്പോ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരുടെ കച്ചവടം കുറയുന്ന ഒരു രീതിയാണ് നമുക്ക് അവിടെ കാണുന്നത്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലാണ് അങ്ങനെയല്ല. ശ്രദ്ധിച്ചു നോക്കൂ, നെറ്റ്വർക്ക് മാർക്കറ്റിലാണെങ്കിൽ ഒരു ടീമിന്റെ സഹായം കിട്ടും, കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അവിടെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻ കൊടുക്കാൻ അവിടെ ലീഡേഴ്സ് ഉണ്ടാവും. അവിടെ ഒരുമിച്ച് വളരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഏതെടുത്ത് പറയും, നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഈ മേഖലയുടെ പ്രത്യേകത, നിങ്ങളിതെല്ലാം വിവിധ ട്രെയിനിങ്ങളിൽ കൂടെ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും കൂടി ഞാനത് വിശദീകരിച്ച് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ മുമ്പേ പറയുന്നുണ്ട്, ഓരോ സൂം മീറ്റിങ്ങുകളും നമ്മളെ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. വെറുതെ ഒന്നും ബെന്നി ജോസഫ് അങ്ങനെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. വളരെ ദീർഘവീക്ഷണത്തിൽ ഓരോ പോയിന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാനുള്ള സാധ്യതയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതിന് വേറൊരു പ്രത്യേക സുഹൃത്തുക്കൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാനൊക്കെ എന്ത് അഭിമാനത്തോടെ കാണേണ്ട മേഖല എന്താ പറയാ? ഈ ബയോട്ടോറും കമ്പനി നമ്മൾ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിവിധ കഴിവുകളുള്ള ആളുകളുടെ ആ കഴിവുകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് പോകാൻ അവസരം തരുന്ന ഒരു സംരംഭമല്ലേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്? ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണെങ്കിൽ അങ്ങനെ പറ്റുമോ? ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ കാരണം നമ്മൾ ചെയ്യുന്ന മേഖലയെ പറ്റി, അതിന്റെ പോസിറ്റീവായുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായ ഒരു ബോധ്യം ഒരു വ്യക്തിക്ക് വേണം. നിങ്ങളുടെ ടീമിൽ വ്യത്യസ്ത കഴിവുകളുള്ള അനവധി ആളുകളുണ്ടല്ലോ, അവരെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടല്ലേ ഒരൊറ്റ ലക്ഷ്യം എന്താണ്? വിജയമാണ് നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഇത് മനസ്സിലാക്കാതെ അവരുമായിട്ട് എപ്പോഴും കലഹിക്കുക, അത് പറയാ ഇത് പറയാ അങ്ങനെ പറയാ, ഇതല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇതല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇതല്ല ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിങ്ങിൽ നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റും നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുള്ള സൂചനയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ ജോബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തരുന്ന വലിയൊരു മെസ്സേജ്. എല്ലാ മേഖലപ്പെട്ട ആളുകളെയും ഒരേപോലെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇവിടെ. ആ സമയത്ത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലാണെങ്കിലോ അവിടെ ബിസിനസ് ആകുമ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. ഇന്നലെയാണോ കഴിഞ്ഞ ദിവസമാണെന്ന് ഇന്നലെ രാവിലെ ഞാൻ ഒരു അനുഭവം പറയാം. നഷ്ടങ്ങളുടെ കഥ മാത്രമാണ്. അതും എൻ്റെ ഒരു സുഹൃത്ത് ഒരു
ഒരു കസിന് കൂടിയാണ് എന്നോട് പറയുന്നത്. ഇത് ഇട്ടിട്ട് പോകാൻ പലപ്പോഴും തോന്നുന്നുണ്ട്. ഇട്ടിട്ട് പോവാത്തത് അദ്ദേഹം പറയാണ് ചിലപ്പോ ഇദ്ദേഹം പൊളിച്ചു കളയുന്നു. ആ കച്ചവട സംരംഭം അദ്ദേഹത്തിന് ആ ചെറിയ ആ കച്ചവട വരുമാനം കിട്ടുന്ന മേഖല വേദനിച്ചുകൊണ്ടാ പറഞ്ഞത്, എന്നോട് തുറന്നു പറഞ്ഞത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എത്ര ആൾക്ക് ഇതേമാതിരി വേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഈ മേഖലയെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഇന്നലെ 24 മണിക്കൂറായിട്ടില്ല എന്നോടാ പറഞ്ഞിട്ട് നഷ്ടങ്ങളുടെ കണക്കുകൾ ഓരോ ദിവസം പറയുന്നത്. സുഹൃത്തുക്കളെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അങ്ങനെ ഇല്ല. നഷ്ടങ്ങളുടെ കണക്കുകളില്ല. ഇവിടെ എന്താണ് നഷ്ടം? ഞാനിപ്പോ അതിലേക്ക് വന്നാൽ സമയം വേറെ പോകും. നഷ്ടങ്ങളുടെ കണക്കുകൾ ഇവിടെ ഇല്ല. അത്രയും പവിത്രവും പരിപാവനവുമായ ഒരു നല്ലൊരു കമ്പനിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാം. ഇവിടെ എന്താണ് എന്നാലും നഷ്ടം വരുന്നത്? ഒരു 1, 2, 3 വർഷം കൊണ്ട് 100 അല്ല, 200 അല്ല, 300 അല്ല, ഒരു 500 അല്ല, കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭങ്ങൾ നിങ്ങൾ അറിയണം. സുഹൃത്തുക്കളെ, പുറത്തു നടക്കുന്ന എല്ലാ വരുമാന സ്രോതസ്സുകളും നഷ്ടങ്ങളിൽ കൂടെ പോകുന്നത്. ജോലിക്കാരെ സംബന്ധിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ പ്രശ്നം. ഇപ്പൊ പുതിയ ഇന്ന് ലേറ്റസ്റ്റ് ന്യൂസ് ഇന്ന് ഞാൻ വായിച്ചത് പറയട്ടെ. ഇപ്പൊ GST കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട്. ആവറേജ് 18 നിന്ന് GST ഇപ്പൊ 2ലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത്. ചിലക്ക് മൈനസ് ആണ്, ചിലക്ക് 0 ആണ്. കേരള സർക്കാർ പറയുന്നു അത് ഗുണഭോക്താക്കളിലേക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ആ GST കിട്ടിയതുകൊണ്ടാണ് ഗവൺമെന്റ് പിടിച്ചത് പോകുന്നത്. ജനങ്ങൾക്ക് കൊടുക്കേണ്ട ക്ഷേമ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് ഇന്ന് വരെ കിട്ടുന്ന GST കൊണ്ടാണ്. സർക്കാർ ബാധ്യതയിലേക്ക് വരുമെന്നാണ് ഈ സർക്കാർ പറയുന്നത്. അതുകൊണ്ട് നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്ന GST സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. ഞങ്ങൾക്ക് തന്നെ ആശങ്ക. നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് സാധാരണക്കാർ ആശ്വാസം കണ്ടെത്തി. വലിയ ആശ്വാസം അല്ലെങ്കിൽ തന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു ജോലിക്കാരുടെ അവസ്ഥ ഞാൻ ഈ പറയും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ജോബ് മൈൻഡഡ് കച്ചവട കാര്യം ഞാൻ അത് ഒരു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടൊക്കെ എത്രയും സുന്ദരമാണ് നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൊക്കെ. അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെടുക്കണം. ഏതിനും ഒരു വശമുണ്ട്, രൂപമുണ്ട്. ഇതൊരു കലയാണ്, കൈകാര്യം ചെയ്യുന്നതിന്റെ കാര്യം. അതിനാണ് നമ്മളിപ്പോ മീറ്റിങ്ങുകളെല്ലാം പ്ലാൻ ചെയ്ത് ട്രെയിനിങ് എല്ലാം പ്ലാൻ ചെയ്യാണ്. മെഗാ ട്രെയിനിങ്ങുകൾ, ടീം ബേസ്ഡ് ട്രെയിനിങ്ങുകൾ, ലീഡേഴ്സ് മീറ്റിംഗ് അടുത്ത മാസം തുടക്കത്തിലെ മുതൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്നും ബാഗ് തൂക്കിട്ടെടുക്കുന്ന ഒരു ദരിദ്ര നാരായണനായിട്ട് ജീവിക്കേണ്ടി വരും. പ്രവർത്തന രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളാവുന്ന ചില കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് പോയാൽ ഏതൊരാൾക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? പറഞ്ഞത് പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു. ആ വിൻ വിൻ മനോഭാവം നമുക്ക് ഇവിടെ ഉണ്ട്. അത് ടെൻഷൻ ഇല്ല. നെറ്റ്വർക്ക് മാർക്കറ്റ് എത്ര മനോഹരമായ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിങ്ങൾ ആ പറയുന്നതാണ് പ്രോഡക്റ്റ് എല്ലാം വരും. ഇതൊരു വീട്ടിലേക്കുള്ള പ്രോഡക്റ്റ് അല്ല കമ്പനി വാങ്ങുന്നത്. ഇന്ത്യയിലുള്ള 30 ലക്ഷം മേലെ ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റുകൾ അവൈലബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കമ്പനിയും ആ കരാറിന് നമ്മളെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട പ്രോഡക്റ്റ് അല്ല കമ്പനി വാങ്ങുന്നത്. 30 ലക്ഷം മേലുള്ള ആളുകൾക്കുള്ള പ്രോഡക്റ്റുകളെ കമ്പനി വാങ്ങുന്നത്. അത് കൊടുക്കാൻ പ്രാപ്തിയുള്ള കരാറുകാരനായിരിക്കണം. അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ടേ? അതുകൊണ്ടാണ് കമ്പനി ഓരോ കാര്യങ്ങളും അതിന്റെ സ്റ്റെപ്പായിട്ട് വരുള്ളൂ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. 100 ആൾക്കുള്ള പ്രോഡക്റ്റ് അല്ല കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വിതരണക്കാർക്ക് കൊടുക്കണമെങ്കിൽ എത്രയോ അതിന് പറ്റിയ ഫാക്ടറി വേണം, അതിന് പറ്റിയ സൗകര്യ സംവിധാനങ്ങൾ വേണം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്ന രീതിയിലേക്ക് ഇപ്പൊ പല കമ്പനിക്കാരും കമ്പനിയുമായിട്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഒറ്റ പ്രശ്നമുള്ളൂ, പ്രോഡക്റ്റ് നിലവാരം ഓക്കെ, പക്ഷേ അതിന്റെ അവൈലബിലിറ്റിയാണ് പ്രോബ്ലം വരുന്നത്.
1000 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമ്മുടെ കമ്പനിക്ക് 2000 പേരെ ആക്കാൻ പറ്റുമോ? എഗ്രിമെന്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് ലാപ്സ് ആവുകയാണ്. അപ്പൊ അതിനുള്ള പ്രോഡക്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്, ഇത് വരാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെ പോസിബിലിറ്റി, സാധ്യതകൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുമുള്ള പ്രാപ്തി നമുക്കെല്ലാവർക്കും വേണം. അവിടെ ബഹളം വെച്ചിട്ടോ ഒച്ച വെച്ചിട്ടോ കാര്യങ്ങളില്ല. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും രണ്ടൂന്ന് കുറെ പറയുന്നതിലല്ലോ കാര്യം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം അപാര സാധ്യതയുള്ളത്. സമൂഹത്തിൽ വിവിധ മേഖലയിൽപ്പെട്ട ആളുകൾ ഇതിലേക്ക് കടന്നു വരും. ഒരു പ്രസ്ഥാനം ഇവിടെ വളരുമെന്ന് പറഞ്ഞാൽ വളരും, അത് ഒരു സംശയമില്ല. ഈ ഫിക്കിയുടെ ഒക്കെ കണക്ക് പ്രകാരം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 19,000 കോടിയുടെ ടേൺ ഓവറായി ഉണ്ടായിരുന്നെങ്കിൽ 2025 അവർ പറഞ്ഞിരുന്നത് 64,000 കോടി ടേൺ ഓവർ നടക്കുന്ന. 2020 അത് 2030 കൂടി ഇത് വരുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന വലിയൊരു മേഖലയായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറാണ്. സാധാരണക്കാരന് സമ്പന്നരാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് KPMG പോലുള്ള സംഘടനകൾ പറയുന്നത്. KPMG ലോകോത്തര സംഘടനയാണ് കേട്ട. ഇന്ത്യയിൽ അവരുടെ ഓർഗനൈസേഷൻ, അവരുടെ ഓരോ റീജിയണൽ ഓഫീസുകളൊക്കെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുണ്ട്, പല ജില്ലകളിലുണ്ട്. എറണാകുളത്തുണ്ട് KPMGയുടെ. അവരുടെ കണ്ടെത്തലാണ് പറഞ്ഞത്. ഏതൊരാൾക്കും ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതൊരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന മേഖല. അതല്ലേ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത്. അത് തന്നെ നമുക്ക് ഇന്ത്യയിൽ എന്താണ് 1% പോലും ആയിട്ടില്ല എന്നല്ല. ഞാൻ ഒരു 50 ലക്ഷം പോലും പ്രൊഫഷണൽസ് ആയിട്ടില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ സാധ്യത അധികം കിടക്കാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് വേറൊരു പ്രത്യേകത അന്ന് ഞാൻ പഠിച്ചതാണ്. അന്നും പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അമേരിക്കൻ ലോകത്ത് തന്നെ സാമ്പത്തിക വിദഗ്ധരിൽ 10 പേരിൽ ഒരാള്, അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒക്കെ സാമ്പത്തിക ഉപദേഷ്ടാവ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് 10 ഉപദേഷ്ടാവുണ്ട് സാമ്പത്തികമായിട്ട് ഉപദേശിക്കാനായിട്ട്. എന്നതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ ഉപദേഷ്ടാവിൽ ഒരാളായിരുന്ന റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒറ്റ വേർഡ് അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു സാധാരണക്കാരനെയും സമ്പന്നനാക്കാൻ പറ്റുന്ന ലോകത്ത് തെളിയിക്കപ്പെട്ട ഒരേ ഒരു മേഖല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ്. ഇത് ബോധ്യമില്ലാത്ത ഒരു അപരിചിതനാണ് ബേക്കറി കയറി ചായ കുടിച്ചപ്പോൾ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അതിന്റെ പ്രോഡക്റ്റാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നിരുന്ന ആ ചെറിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്. നാളെ നിങ്ങളും ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ ആളുകളുടെ, പ്രത്യേകിച്ച് അല്പം വിദ്യാഭ്യാസമൊക്കെ കൂടുതലുള്ള ആളുകളുടെയൊക്കെ, എല്ലാവരുടെയും ഞാൻ പറയില്ല, മനോഭാവം ഇത് തന്നെയായിരിക്കും. ആ മനോഭാവത്തിന് മാറ്റം വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കിയോസാക്കിയുടെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് ഇത്രയും സുന്ദരമായൊരു കച്ചവട രീതി ലോകത്തില്ല എന്നുള്ളതാണ്. ഞാൻ അതിന് ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കോടികളുടെ ടേൺ ഓവറുള്ള സംരംഭത്തെയാണ്, വ്യവസായത്തെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടം നടത്തും, ഒരു പലചരക്ക് കട ഇടുന്നു, അല്ലെങ്കിൽ ഒരു മസാല കട ഇടുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു ബിസിനസ്സുകാരനാണെന്നാ പറയുന്നത്. പക്ഷെ റോബർട്ട് ടി കിയോസാക്കി പറയുന്നു നിങ്ങളൊരു ബിസിനസ്സുകാരനല്ല, നിങ്ങൾ സ്വയം സംരംഭകരാണ്, ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്, കണ്ടെത്തലില് അതൊരു ബിസിനസ്സുകാരനല്ല, ഒരു സ്വയം തൊഴിൽ, നാട്ടിലൊരു കച്ചവടം നടത്തും. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത ഈ കച്ചവടം, നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കി. എന്റെ നാട്ടിൽ ഞാൻ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ എന്റെ മാത്രം ഷോപ്പായിരിക്കില്ല, ഓരോ ജംഗ്ഷനിലും അതുപോലെ ഷോപ്പുകളുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിന് പരിധിയുണ്ട്. കാരണം നിങ്ങൾ ഇട്ടാലും അവിടെ പരിധിയുണ്ട്. കാരണം അവിടെ കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ്
ഒരു ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പരിധിയുണ്ട് ആ ആളുകൾ വരുന്നതിന്. അവിടുത്തെ കുടുംബങ്ങളുടെ എണ്ണം അനുസരിച്ച്, അതിന്റെ റേഷ്യോ അനുസരിച്ചായിരിക്കും വരിക. ഇതാണ് ഒരു കച്ചവടക്കാരന്റെ വരുന്ന പരിമിതികൾ. സുഹൃത്തുക്കളെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗില്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് എടുക്കാൻ കാരണം എന്താണെന്നറിയാം? ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങുന്ന ഒരു സംരംഭകൻ, ഒരു ബിസിനസ്സുകാരന് ഇന്ത്യയിൽ എവിടെയുള്ള കസ്റ്റമേഴ്സിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. തൃശ്ശൂർ നടക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ കച്ചവടം നടക്കും നെറ്റ്വർക്കിലാണെങ്കിൽ. കോഴിക്കോട് നടന്നാലും നെറ്റ്വർക്കിലാണെങ്കിൽ അവന്റെ ആ നെറ്റ്വർക്ക് സംരംഭത്തിൽ കച്ചവടം നടക്കും. മഹാരാഷ്ട്രയിലാണെങ്കിലും നടക്കും. വിവിധ സ്റ്റേറ്റുകളിൽ കച്ചവടം നടക്കും ഒരു നെറ്റ്വർക്കുകാരുടെ സംരംഭകന്റെ ഉള്ളിൽ മേഖലയില്. നാട്ടിൽ കച്ചവടം നടത്തിയാൽ നാട്ടിലുള്ള കുറച്ച് കുടുംബങ്ങളല്ലേ വാങ്ങുള്ളൂ, പരിധിയില്ലേ, ലിമിറ്റില്ലേ. അതാണ് നെറ്റ്വർക്കിന്റെ പവർ സുഹൃത്തുക്കളെ. നിങ്ങൾ എപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റ് ഡെപ്ത്, ആഴങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കൺസ്യൂമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. 20 വർഷം മുമ്പുള്ള സമയമല്ലല്ല ഇപ്പോഴത്തെ സമയം. 20 വർഷം മുമ്പുള്ള സമയരീതി അല്ലല്ല, അവസ്ഥയല്ലല്ല ഇന്നത്തെ. എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെയും സമരങ്ങളിൽ കൂടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗില് നല്ല കമ്പനികൾക്ക് നിയമം കൊണ്ടുവന്ന് പരിരക്ഷ കൊടുക്കണമെന്നുള്ള സമരങ്ങൾ നടത്തിയ ഒരു രാജ്യമാണ് കേരളം, ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്നല്ലേ ഇല്ലാത്തുള്ളൂ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാൽനട പ്രചരണങ്ങൾ നടത്തിയ അനുഭവമുണ്ട്. ഇവിടെ കളക്ടറേറ്റ് പിക്നിക് നടത്തിയ അനുഭവമുണ്ട്. തല്ലുകൊണ്ടവരുണ്ട്, രാജ്ഭവൻ മാർച്ച് നടത്തിയവരുണ്ട്. അന്നൊക്കെ മനോരമന്റെ വെണ്ടക്കേഷന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പാർലമെന്റ് മാർച്ച്, ഒത്തിരി മാർച്ചുകളിൽ സമരങ്ങൾ കൂടിയാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? ഇത്രയും ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരു ബിസിനസ് ലോകത്ത് വേറെയില്ല. കേരളത്തിലും വളർന്നു വരണം. സർക്കാർ തന്നെ അത്ഭുതപ്പെട്ടു ജനങ്ങളെ കണ്ടിട്ട്. സർക്കാർ തന്നെ അത്ഭുതപ്പെട്ടു ഈ ജനങ്ങൾ ഇതിൽ ഇത്രയും ഉണ്ടോ എന്നുള്ളത്. ചിന്തിപ്പിക്കാൻ വരെ ഇട കൊടുത്തത് അതുകൊണ്ടാണ്. അത്രയ്ക്ക് ഫ്യൂച്ചറായ ഒരു ബിസിനസ്സാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക, കമ്പനിയെ സ്നേഹിക്കുക. പണ്ടൊക്കെ ഒരു വരുമാനം കിട്ടി 30 ദിവസം കഴിയണം, ശമ്പളം കിട്ടുന്ന പോലെ അതിന്റെ വൗച്ചറാ വരുന്നത്. ആദ്യം ചെയ്ത കമ്പനി 3 മാസം കഴിയുമ്പോഴും കിട്ടുക. ഇവിടെ ആഴ്ചയായിരുന്നു ആദ്യം കിട്ടിയത്, അതൊക്കെ മാറി. ചതിക്കുമ്പോ ഇത് 17 വർഷം ചെയ്ത കമ്പനിയിൽ അതൊക്കെ മാറി. ഇപ്പോ 4-ാമത്തെ ദിവസം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് വന്നില്ലേ. ഇനി മുന്നോട്ട് എന്താ? അത്രയ്ക്കും സാധ്യതയുള്ള മേഖലയല്ലേ. ഇനി നമ്മുടെ കമ്പനിയിലേക്ക് വരാം. ഞാൻ ഇത്രയും പോയിന്റ് ഇവിടെ നിർത്തുക. ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷണൽ മേഖലയായിട്ട് എടുക്കാൻ കാരണം എന്നാ നിങ്ങളോട് പറഞ്ഞു. എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇലക്ട്രിസിറ്റി ജോലി കിട്ടി. ഇപ്പൊ ഈ വർഷം റിട്ടയർഡ് ആവാറായി. അവരൊക്കെ 55 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവാണ്. അവർക്ക് പെൻഷൻ തന്നെ 40,000 50,000 കിട്ടുന്നുണ്ട്. അതെല്ലാം കണ്ടപ്പോഴും അതിന്റെ പുറകിൽ പോകാതെ ഈ ബിസിനസ് തന്നെ ഏറ്റെടുത്തതിന്റെ ഫ്യൂച്ചർ മനസ്സിലായതുകൊണ്ടാണ്, ഇതിന്റെ സാധ്യത മനസ്സിലായതുകൊണ്ടാണ് അതിന് കൂടെ പോകാതെ ഈ നമ്മുടെ കമ്പനിയിലേക്ക് വരും. ഈ 3-4 ഘടകങ്ങളാണ് ഞാൻ ഇതിന് പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കാൻ കാരണം. നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾക്കും ഇതൊരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്കത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ചിന്തിക്കുക. ചുമ്മാ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ പോയിരുന്ന് കസേര വരുന്ന് ചിന്തിക്കുക. മാറ്റങ്ങൾ ഇനി വേണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? പ്രവർത്തനങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത്. ഇനി നമ്മുടെ കമ്പനി എടുക്കുക. നിങ്ങൾ കമ്പനിയുടെ ഹെഡ് ഓഫീസും അതിന്റെ ഫാക്ടറിയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോർപ്പറേറ്റ് ഓഫീസും എല്ലാം നിങ്ങൾ രാവിലെ നമ്മുടെ ഈ സൂമിൽ കൂടെ കാണുന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയും, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഇത്രയും ഹൈ പ്രൊഫൈലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിലില്ല. നിലവിൽ ഒരു കമ്പനിക്ക് പോലും ഇത് നമ്മുടെ മനസ്സിൽ വരും, വേറെ കമ്പനി വരൂലേ, ഇന്ത്യയിൽ തന്നെ വേറെ കമ്പനി വരില്ലേ, ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യൂലേ? അടുത്ത 10 വർഷത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കണം.
അടുത്ത 10 വർഷത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. അത് ഏറ്റവും യൂണിക് ആയിട്ടുള്ള മുന്തിയ ഇനം പ്രോഡക്റ്റ് ആണ്. റിസൾട്ട്, ഇന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ കിട്ടുന്ന റിസൾട്ട് ഈ രാജ്യത്ത് വേറെ ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രോഡക്റ്റിനുണ്ട്? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ല എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഇല്ല. അതിനേക്കാൾ കൂടുതൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഓൺലി ഈ ബയോട്ടോറിയം കമ്പനി. അടുത്തൊരു പ്രധാന പോയിന്റ് പറയാം. ഈ ബയോട്ടോറിയം കമ്പനിയുടെ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡും അതിനനുബന്ധമായ പ്രോഡക്റ്റുകൾ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന എല്ലാ മിനിസ്റ്റേഴ്സും അതിലുപരി ഉദ്യോഗസ്ഥന്മാരും സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ താല്പര്യപ്പെടുന്ന പ്രോഡക്റ്റ് വേറെ ഒരു കമ്പനിയുടെയും ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന പ്രോഡക്റ്റുകളില്ല. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതകളാണ്. നമ്മൾ വന്നിരിക്കുന്ന കമ്പനി ഇനി ഇൻകം ബേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ എപ്പോൾ വെച്ചാലും 5000 കൊടുക്കുന്ന കമ്പനിക്ക് ഉണ്ടല്ലോ, ഇപ്പൊ അതില്ല. ഇപ്പൊ എപ്പോൾ വെച്ചാലും കിട്ടുന്നൊരു പരിധി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഔട്ടാ, അതോടെ നിൽക്കട്ടെ. ഇവിടെ റീപർച്ചേസ് ഇൻകം, റീപർച്ചേസ് പ്രോഡക്റ്റുകൾ അനവധിയല്ലേ വരാൻ പോകുന്നത്. 3 വർഷം മുമ്പ്, 3 വർഷം 2.25 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുമ്പോ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് അന്ന് ഒപ്പമുള്ള പല ലീഡേഴ്സിന് ഇപ്പോഴും അറിയതിലുണ്ട്. അവർക്കറിയാം ഓൺലി ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ്. മനസ്സിലാക്കണം നിങ്ങൾ. അത് വെച്ചിട്ടല്ലേ 4 കോടി വരെ ഏൺ ചെയ്ത ആൾക്കാർ ഈ കമ്പനിയിലുള്ളത്. ഇന്ന് ഈ കമ്പനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോർ പവർ, ലോകോത്തര ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്, നമ്മുടെ നറുന്നൈ, അൾട്രാബെറി ജ്യൂസ്, അഗ്രികൾച്ചർ മേഖലയ്ക്ക് വേണ്ട പ്രോഡക്റ്റ്, ഇലകളിൽ നിന്ന് മാത്രം അതിന്റെ കണ്ടൻസ് എടുത്ത് കഴിക്കുന്ന മറ്റു പ്രോഡക്റ്റുകൾ, അങ്ങനെ എത്ര 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 ഐറ്റം ആയി ഇപ്പോ ഇനി വരാൻ പോകുന്നത്. ഇത് ഏത് കമ്പനിക്ക് ഉണ്ട് സുഹൃത്തുക്കളെ? നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളല്ലേ? തീർന്നില്ല. എല്ലാവരും റീപർച്ചേസ് വേണം, റീപർച്ചേസ് വേണം എന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അത് നമ്മുടെ ഫാമിലി മതരംഗത്തിലാണ് സൂപ്പർ പവർ. നമ്മുടെ റീപർച്ചേസിംഗ് അല്ലേ? ഞാൻ കമ്പയർ ചെയ്യാം. ഞാൻ 17 വർഷം ചെയ്ത കമ്പനിയിൽ, ഞാൻ എവിടെ പറയും, 17 വർഷം ചെയ്ത കമ്പനിയിൽ 13,500 രൂപ 2 ഓർഗനൈസേഷനിൽ വരുമ്പോൾ കിട്ടുന്നത് 1,200 രൂപ. അതിന്റെ TDS സർവീസ് ചാർജും കഴിഞ്ഞ് കിട്ടുന്നത് 1,020 രൂപ. 13,500 രൂപ ലെഫ്റ്റ് റൈറ്റും റീപർച്ചേസിൽ കൂടെ ആയിട്ട്, മതരംഗത്തിൽ കൂടെ ആയിക്കോട്ടെ, അവിടെ കിട്ടുന്നത് 1,200 രൂപയില് 1,020 രൂപ. ഈ ബയോട്ടോറിയം കമ്പനിയിൽ 8,500 വേണ്ടേ? ഞാൻ കണക്കിലേക്ക് പോകുമ്പോ കൺഫ്യൂഷൻ വരണ്ട. 8,500 ലെഫ്റ്റ് റൈറ്റ് വന്നാൽ കിട്ടുന്നത് 1,260 രൂപ. ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ കിട്ടുന്നത് റീപർച്ചേസിൽ 1,260 രൂപ. അവിടെ 13,500 ആ കമ്പനിയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 10 ലിസ്റ്റിൽ 1, 2, 3, 1 സ്ഥാനമായിരുന്നു ടേൺ ഓവറിൽ. ഈ കമ്പനി കൊടുക്കുന്നത് 1,260 രൂപ. 8,400 വന്നാൽ മതി. നോക്കുക, ഇൻകം പ്ലാൻ പഠിക്കണം, നമ്മൾ അറിയണം. ഇനി ഫാമിലി ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ് എപ്പോൾ വെച്ചാലെന്നല്ല, അവർ പറയുന്ന എപ്പോൾ വെക്കാൻ തന്നെ ആർക്കുമില്ല. പിന്നെയാണോ
ഏത് സമയത്ത് വെച്ചാൽ സാധിക്കുന്ന അവസ്ഥയല്ല. കമ്പനി പറയുന്ന ചട്ടപ്രകാരം ഒരു കട്ട് ഓഫിൽ നടന്നാൽ 6820 കിട്ടുന്ന കമ്പനി വേറെ ഏതാ ഉള്ളത്? നമ്മുടെ കമ്പനി കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെയെങ്കിൽ ഈ മറ്റുള്ള പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഈ കമ്പനി എവിടെ എത്തും? കുറച്ച് കഴിയും. അതിന്റെ ഒപ്പം നമ്മൾക്ക് മാറണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളുടെ പ്രവർത്തന രീതിയിലൊക്കെ ഒന്നും കൂടി ക്രമീകരണങ്ങൾ നടത്തി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കമ്പനി മാത്രം ചേർത്ത് പിടിച്ചാൽ പോരാ, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനും കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ അടുത്ത 1-2 വർഷങ്ങൾ കഴിയുമ്പോഴുള്ള മാറ്റം എന്താണ് നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും കമ്പനിയെ പറ്റിയും പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങൾ ഉദാസീനമായിട്ട് കാണല്ലേ. ഓരോ നിമിഷവും നമുക്ക് തീർന്നുകൊണ്ടിരിക്കാനിട്ട നമ്മുടെ പ്രായത്തിന്റെ കൗണ്ടിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മടി പറഞ്ഞ് നിൽക്കല്ലേ. കാടടിച്ച് വെടിവെക്കുന്ന പ്രവർത്തന രീതി വേണ്ട. പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനം മതി. ജനങ്ങൾക്ക് എത്തിക്കാനുള്ള, സംസാരിക്കാനുള്ള ആവേശം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. ആ ആവേശം തരുന്ന മീറ്റിങ്ങൾ അനവധിയാണ്. വലിയൊരു സംരംഭത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ജോലിക്കാരനല്ല, നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയല്ല, നിങ്ങളൊരു എന്റർപ്രണറാണ്, നിങ്ങളൊരു വ്യവസായിയാണ്. ആയിരക്കണക്കിന് ആളുകൾ നാളെ നിങ്ങളുടെ ടീമിൽ വരാനുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ടീമിൽ വരണമെങ്കിൽ നിങ്ങൾ വളരേണ്ടത് മാനസികമായിട്ട് നിങ്ങൾ വളരണം. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ മനസ്സിന്റെ പക്വത ആർജിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് ഓരോ സൂം മീറ്റിങ്ങിൽ കൂടെയും, ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെയും, ഹോം മീറ്റിങ്ങിൽ കൂടെയും ജനങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആയിരക്കണക്കിന് ആൾക്കാർ വരും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 50 ലക്ഷം 60 ലക്ഷം വരുമാനം വാങ്ങുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാനത്തുണ്ട്, ഈ ജില്ലകളിലുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ കൂടെ അവരെ പോലെയൊക്കെ ആകുന്ന അവര് ചെയ്ത കാര്യങ്ങൾ കോപ്പിയടിക്കാൻ നമ്മൾ തയ്യാറാകും. നല്ല മനസ്സിന്റെ ഉടമയായിരിക്കണം നിങ്ങൾ. ഒരു തുള്ളി പോയിന്റ് വിഷം പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അപ്ലൈനെയും ടീം മെമ്പേഴ്സിനെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. നിങ്ങളുടെ കൺസ്യൂമേഴ്സിന്റെ ആ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളാണ് അവർക്ക് വളരെ വില കൊടുക്കണം. അവരകത്ത് നിർത്താൻ പാടില്ല, അവരെ ഒരുമിച്ച് നിർത്താൻ പറ്റണം. ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഒരു ജോബ് മൈൻഡിലല്ല നിങ്ങളുടെ വരുമാനം. ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പാണ്. 3 വർഷം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് 3 lakh to 5 lakh ഇടയിലേക്ക് കിട്ടും. ഒരു സംശയവും വേണ്ട. സിസ്റ്റം നിങ്ങൾ പാലിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.